ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ റിവിഷൻ സീരീസ് 4 ആണ്. ഇതിന് മുമ്പുള്ള സീരീസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും കൂടി കാണാം. അപ്പോൾ സമയം കളയാനില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ നോക്കാം. വവ്വാലുകൾ മുഖേന നടക്കുന്ന പരാഗണം, അതിനെന്താ നമ്മൾ പറയുന്നത്? ചിറപ്റ്ററോഫിലി എന്നാണ്. അൽഷിമേഴ്സ് ദിനമായി ആചരിക്കുന്ന എന്നാണ്? സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ജന്തുകോശം കണ്ടുപിടിച്ച ആരാണ്? തിയോഡർ ഷ്വാൻ ആണ് കേട്ടോ. ജന്തുകോശം കണ്ടുപിടിച്ച ആരാണ്? തിയോഡർ ഷ്വാൻ. ശാസ്ത്രീയമായി മുയൽ വളർത്തൽ അറിയപ്പെടുന്ന എന്താണ്? കൂണിക്കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായി മുയൽ വളർത്തൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം ആണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന എന്താണ്? ഇക്തിയോളജി ആണ് കേട്ടോ. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്തിയോളജി. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്നത് കെരാറ്റോപ്ലാസ്റ്റി എന്നാണ് കേട്ടോ. കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്നത് കെരാറ്റോപ്ലാസ്റ്റി. എക്സിമ ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? ത്വക്കാണ് കേട്ടോ. ത്വക്കിലാണ് എക്സിമ ബാധിക്കുന്നത്. ഇനി തൈറോക്സിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ക്രിട്ടിനിസം ആണ് കേട്ടോ. തൈറോക്സിൻ്റെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ക്രിട്ടിനിസം. നെക്സ്റ്റ് നോക്കാം. ഭക്ഷ്യയോഗ്യമായ കൂൺ ഏതാണ്? അഗാരിക്കസ്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കൂണിനെ നമ്മൾ എന്താ പറയുന്നത്? അഗാരിക്കസ് എന്നാണ് പറയുന്നത്. പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫംഗസ് ആണ് കേട്ടോ. താങ്ങുകളെ ആശ്രയിച്ച് വളരുന്ന സസ്യങ്ങൾ അതിനെന്താ പറയുന്നത്? ആരോഹികൾ എന്നാണ്. താങ്ങുകളെ ആശ്രയിച്ച് വളരുന്ന സസ്യങ്ങൾ ആരോഹികൾ. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരാണ്? ജെ.സി. ബോസ് ആണ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. അതുപോലെ തന്നെ തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള വസ്തു ഏതാണ്? ലൈക്കോപീൻ ആണ് കേട്ടോ. തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള വസ്തു ഏതാണ്? ലൈക്കോപീൻ. ലിറ്റ്മസ് പേപ്പറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ലൈക്കനുകൾ. ലിറ്റ്മസ് പേപ്പറിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തു ലൈക്കനുകളാണ്. മണ്ണില്ലാതെയുള്ള കൃഷി രീതി അതിനെ പറയുന്നത് ഹൈഡ്രോപോണിക്സ് എന്നാണ് കേട്ടോ. മണ്ണില്ലാതെയുള്ള കൃഷി രീതി എന്താണ്? ഹൈഡ്രോപോണിക്സ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനം. ജീവികളിലെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം ഏതാണ്? കോശമാണ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഓർത്ത് വയ്ക്കുക കേട്ടോ. കോശത്തിൻ്റെ പവർ ഹൗസ് ഏതാണ്? മൈറ്റോകോൺട്രിയ. നെക്സ്റ്റ് നോക്കാം. ചോളത്തിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ഏതാണ്? മാർഗറിൻ ആണ്. ചോളത്തിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ഏതാണ്? മാർഗറിൻ. പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എത്തിലിൻ ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. പഴങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? എത്തിലിനാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മെഗ്നീഷ്യം ആണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. നെല്ലുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതിയാണ് കേട്ടോ. നെല്ലുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസ്മതിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ്. അടുത്ത് നോക്കാം. ജന്തുലോകത്തിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ ആണ് കേട്ടോ. ജന്തുലോകത്തിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്നത് ബീവർ ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? റെഡ് ഡേറ്റ ബുക്കാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഇനി ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണ്? ഇയാൻ വിൽമുട്ട് ആണ് കേട്ടോ. ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണ്? ഇയാൻ വിൽമുട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണ്? ആനക്കോണ്ടയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും സുലഭമായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. കോസ്റ്റിക് സോഡ രാസപരമായി എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. കോസ്റ്റിക് സോഡ രാസപരമായി പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ്. കാർബൺ കുടുംബം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് 14 ആണ് കാർബൺ കുടുംബം ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ആസിഡ്. സോഡിയം ആദ്യമായി വേർതിരിച്ചെടുത്തത് ആരാണ്? ഹംഫ്രി ഡേവിയാണ് കേട്ടോ. സോഡിയം ആദ്യമായിട്ട് വേർതിരിച്ചെടുത്തത് ആരാണ്? ഹംഫ്രി ഡേവി. ഏറ്റവും ലഘുവായ വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് ഏറ്റവും ലഘുവായിട്ടുള്ള വാതകം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഏതാണ്? കോബാൾട്ട് 60 ആണ് കേട്ടോ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ഏതാണ്? കോബാൾട്ട് 60 ആണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ് ആണ് കേട്ടോ. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ് ആണ്. ബെൻസീൻ്റെ ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കെക്കുലെ ആണ് ബെൻസീൻ്റെ ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അതേസമയം ബെൻസീൻ കണ്ടുപിടിച്ച ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ് കേട്ടോ. 100ാമത്തെ മൂലകം ഏതാണ്? ഫെർമിയം ആണ് 100ാമത്തെ മൂലകം. നെക്സ്റ്റ് നോക്കാം. സിമൻ്റ് ആദ്യമായി കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് ആസ്പിഡിൻ ആണ് കേട്ടോ. സിമൻ്റ് ആദ്യമായി കണ്ടുപിടിച്ച ആരാണ്? ജോസഫ് ആസ്പിഡിൻ. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡ് ആണ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം.
ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ആസിഡ് ഏതാണ്? ബെൻസോയിക് ആസിഡാണ് ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ആസിഡ്. ഇസ്തിരിപ്പെട്ടി ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധത്തിന് കാരണം എന്താണ്? ഓസോൺ ആണ് ഇസ്തിരിപ്പെട്ടി ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധത്തിന് കാരണം. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ് ആണ് കേട്ടോ. DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം. നെക്സ്റ്റ് വൺ നോക്കാം. കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? അയഡിൻ ആണ് കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം. ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടുപിടിച്ച ആരാണ്? ജാബിർ ഇബൻ ഹയാൻ ആണ് കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടുപിടിച്ച ആരാണ്? ജാബിർ ഇബൻ ഹയാൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 20 ആണ് കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി ആണ് കേട്ടോ. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. മലിനീകരണത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? പാർട്സ് പെർ മില്യൺ ആണ് കേട്ടോ. മലിനീകരണത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? പാർട്സ് പെർ മില്യൺ. നെക്സ്റ്റ് വൺ നോക്കാം. ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണ്? നിയോപ്രിൻ ആണ് ആദ്യത്തെ കൃത്രിമ റബ്ബർ. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ആണ് കേട്ടോ. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ്. ഗ്ലാസിന് നീല നിറം നൽകുന്ന സംയുക്തം ഏതാണ്? കൊബാൾട്ട് ഓക്സൈഡ് ആണ് ഗ്ലാസിന് നീല നിറം നൽകുന്ന സംയുക്തം. അക്വാ റീജിയയിൽ ലയിക്കാത്ത ലോഹം ഏതാണ്? വെള്ളിയാണ് അക്വാ റീജിയയിൽ ലയിക്കാത്ത ലോഹം. രക്തസമ്മർദ്ദ നിരക്ക് കൂടുതൽ കാരണമാവുന്ന ഭക്ഷണ ഘടകം ഏതാണ്? സോഡിയം ആണ് കേട്ടോ. രക്തസമ്മർദ്ദം കൂടാനുള്ള കാരണമാവുന്ന ഭക്ഷണ ഘടകം ഏതാണ്? സോഡിയം. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയം ആണ് സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? ലിഥിയം അയോൺ സെല്ലാണ് കേട്ടോ. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? ലിഥിയം അയോൺ സെൽ. ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ് ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്നത്. അജിനോമോട്ടോയുടെ രാസനാമം എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ് ആണ് കേട്ടോ. അജിനോമോട്ടോയുടെ രാസനാമം എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ്. പ്രമേഹ രോഗികൾക്ക് സാധാരണ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? അസ്പാർട്ടം ആണ് പ്രമേഹ രോഗികൾക്ക് സാധാരണ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദാർത്ഥം. നെക്സ്റ്റ് വൺ നോക്കാം. കാറ്റിൻ്റെ സഹായത്തോടെ മിശ്രിതങ്ങൾ വേർതിരിക്കുന്ന രീതി ഏതാണ്? വിന്നോയിങ് ആണ് കാറ്റിൻ്റെ സഹായത്തോടെ മിശ്രിതങ്ങൾ വേർതിരിക്കുന്ന രീതി. ശരീരകലകളിൽ ചെമ്പിൻ്റെ അംശങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിൽസൺസ് ഡിസീസ് ആണ് കേട്ടോ. ശരീരകലകളിൽ ചെമ്പിൻ്റെ അംശങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിൽസൺസ് ഡിസീസ്. കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? C14 അല്ലെങ്കിൽ കാർബൺ 14 ആണ്. ഒരു വസ്തുവിൻ്റെ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ് കേട്ടോ. ഒരു വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ജലതന്മാത്രകളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ഏതാണ്? പ്രതലബലമാണ്. ജലതന്മാത്രകളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം ഏതാണ്? പ്രതലബലം. പച്ചില മഞ്ഞ പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത് കേട്ടോ. പച്ചില മഞ്ഞ പ്രകാശത്തിൽ ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? പച്ച നിറത്തിലാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വസ്റ്റിക്സ് ആണ് കേട്ടോ. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? യാന്ത്രികോർജ്ജം വൈദ്യുതികോർജ്ജമായി മാറുന്നു. നിറങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ക്രൊമാറ്റിക്സ് ആണ് കേട്ടോ. നിറങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ക്രൊമാറ്റിക്സ്. ഒരു ബാരൽ എത്ര ലിറ്റർ ആണ്? ഒരു ബാരൽ എത്ര ലിറ്റർ ആണ്? 160 ലിറ്റർ ആണ് ഒരു ബാരൽ. ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് കേട്ടോ. ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഊർജ്ജം അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? ജൂൾസ് ആണ് ഊർജ്ജം അളക്കാനുള്ള യൂണിറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വേഗത ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? ഗതികോർജ്ജം 4 ഇരട്ടിയാവും. എങ്ങനെയാണ് മനസ്സിലായേ? കാരണം വേഗത ഇരട്ടിയായി അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv²-നകത്ത് v 2v ആയിട്ട് മാറി. അപ്പോൾ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4 ഇരട്ടിയായിട്ട് കിട്ടും. അടുത്ത യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് മിറർ ആണ് കേട്ടോ. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. സ്ഥാനം കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. വാഹനങ്ങൾ ഓടിയ ദൂരം കണക്കാക്കുന്ന ഉപകരണം ഏതാണ്? ഓഡോമീറ്റർ ആണ്. ഓടിയ ദൂരം കണക്കാക്കുന്ന ഓഡോമീറ്റർ. പ്രാഥമിക നിറങ്ങൾ ഏതെല്ലാമാണ്? ചുവപ്പ്, പച്ച, നീല. അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി ഏതാണ്? അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി വവ്വാലാണ്. പ്രഷർ കുക്കറിൽ പാചകം കൂടുതൽ വേഗതയിൽ ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു. ഉയരം അളക്കുന്നതിന് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അൾട്ടിമീറ്റർ ആണ്. നെക്സ്റ്റ് നോക്കാം. ജനറേറ്റർ കണ്ടുപിടിച്ച ആരാണ്? മൈക്കൽ ഫാരഡേ ആണ്. ചാർജ് ഇല്ലാത്ത വികിരണം ഏതാണ്? ഗാമയാണ് കേട്ടോ. ഗാമയാണ് ചാർജ് ഇല്ലാത്ത വികിരണം. അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങൾ തട്ടി പ്രകാശത്തിലുണ്ടാകുന്ന ഭാഗികമായ പ്രതിഫലനം എന്താണ് അറിയപ്പെടുന്നത്? വിസരണമാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബം എന്താണ്? മിഥ്യായതാണ് കേട്ടോ.
മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. വൈദ്യുതി അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ആംപിയർ ആണ്. മനുഷ്യൻ്റെ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന് ചന്ദ്രനിലുള്ള ഭാരം എത്രയായിരിക്കും? 10 കിലോഗ്രാം ആണ്. കാരണം 60 × 1/6 ചെയ്യുക കേട്ടോ. അപ്പോൾ 10 കിലോഗ്രാം കിട്ടും. വിസ്കോസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വെഞ്ചുറിമീറ്റർ ആണ്. വിസ്കോസിറ്റി വെഞ്ചുറിമീറ്റർ. ആൽഫ കണത്തിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. ടേപ്പിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ആദ്യമായി വൈദ്യുത രാസസെൽ നിർമ്മിച്ച ശാസ്ത്രജ്ഞനാരാണ്? അലക്സാൻഡ്രോ വോൾട്ടയാണ്. ഉയരമുള്ള ഒരു ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിൻ്റെ ഏത് തരം ഊർജ്ജമാണുള്ളത്? സ്ഥിതികോർജ്ജമാണ് കേട്ടോ. ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ വേഗത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? സൂപ്പർസോണിക് ആണ്. പെർമിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള വസ്തു ഏതാണ്? പച്ചിരുമ്പാണ് കേട്ടോ. പെർമിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള വസ്തു പച്ചിരുമ്പ്. ബാരോമീറ്ററിൽ മർദ്ദത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കൊടുങ്കാറ്റാണ്. തൈര് കടയുമ്പോൾ വെണ്ണ വേർതിരിക്കുന്നത് ഏത് തരം ബലത്തിൻ്റെ ഫലമായിട്ടാണ്? അപകേന്ദ്ര ബലമാണ് കേട്ടോ. തൈര് കടയുമ്പോൾ വെണ്ണയായിട്ട് വേർതിരിക്കുന്നത് അപകേന്ദ്ര ബലത്തിൻ്റെ ഫലമാണ്. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന അലസവാതകം ഏതാണ്? ആർഗണാണ്. ഇയേഴ്സ് ഓഫ് പിൽഗ്രിമേജ് എന്ന കൃതിയുടെ കർത്താവാരാണ്? ഡോക്ടർ രാജരാമണ്ണ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഒരു 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, റിവിഷനായിട്ട് ചെയ്യാനുണ്ട്. അതെല്ലാം വേഗം ചെയ്ത് തീർക്കാം. എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ കുറേ നെഗറ്റീവ്സൊക്കെ നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. നെഗറ്റീവ് മാർക്സൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.